രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമപ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനും. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ശുദ്ധീകരണ പ്രക്രിയയിൽ എത്തി നിൽക്കുന്നത്. ഒന്ന്, ഈ സിദ്ദിഖിനെതിരായ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളത്. കോടതിയിൽ അതിന് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ലഭിച്ചത് താൽക്കാലികമായൊരു ആശ്വാസമാണ്. സിദ്ദിഖിനെ സംബന്ധിച്ച ആശ്വാസം, നമ്മളെ സംബന്ധിച്ചല്ല, സിദ്ദിഖിനെ സംബന്ധിച്ചൊരു ചെറിയ ആശ്വാസം. കാരണം ഈ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അത് എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് നിയമവിദഗ്ധരുടെ ഒക്കെ പശ്ചാത്തലത്തിൽ. പക്ഷേ മുൻകാലങ്ങളിൽ ഉള്ള പല വിധത്തിലുമുള്ള കേസുകളുണ്ട്, അതിൻ്റെ പ്രീസിഡൻസ് ഉണ്ട്, എന്താണ് മുൻകാലത്തെ വിധികൾ. അതൊക്കെ ഈ പെൺകുട്ടിയുടെ പരാതി പറച്ചിലെ കാലതാമസം ഒരു വിഷയമായി വരുന്നില്ല. കാരണം ഒരു പെൺകുട്ടി ഒരു ട്രോമയിലായിരിക്കും, ഇത് പീഡനം കഴിഞ്ഞതിന് ശേഷം അത് അതിജീവിച്ച് അതിനുള്ള ധൈര്യം സംഭരിച്ചൊക്കെ പരാതി നൽകുന്ന സമയമെടുക്കാം, അത് പ്രശ്നമല്ല. പക്ഷേ ഇവിടെ അത് പറഞ്ഞിട്ടാണ് 2 ആഴ്ചത്തെ ഒരു ഇളവ് നൽകിയത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിധി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിന് നിദാനമായത് SIT അടക്കം, സർക്കാർ ഏർപ്പെടുത്തിയ SITയുടെ സംവിധാനങ്ങളടക്കം ശേഖരിച്ച തെളിവുകളൊക്കെയാണ്. അതാണ് ഹൈക്കോടതിയിലും സിദ്ദിഖിന് തിരിച്ചടിയായത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതിനുള്ളിലും ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. കൊല്ലത്തും കോട്ടയത്തും കേസുകളെടുത്തു. രാജേന്ദ്രൻ പന്തളം. അതെ, ഇപ്പോ ഞാൻ നിൽക്കുന്നത് മന്ത്രി R ബിന്ദു അല്പം മുമ്പ് പറഞ്ഞ അതിനോടൊപ്പം തന്നെ. അതായത് കാലതാമസം ഈ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതിന് ഒരു തടസ്സമായി കൂടാ. അത് തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ സ്പിരിറ്റ്. ഇപ്പൊ ഇവിടെ ലിബർട്ടി ബഷീർ പറയുന്നത് ഇത് വളരെ മുമ്പ് നടന്നതാണ്, വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. ഇത് വളരെ കടുത്ത ശിക്ഷ കിട്ടേണ്ട ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കുറ്റവാളി അല്ലായിരിക്കാം, പക്ഷെ പ്രതിയാണ്. കോടതി ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് ആശ്വാസമാകുന്നില്ല. സുപ്രീം കോടതി പറഞ്ഞത് അദ്ദേഹം ഈ കേസിനോട് സഹകരിക്കണമെന്നാണ്. കഴിഞ്ഞ ഒരാഴ്ച അദ്ദേഹം എന്താ ചെയ്തത്? കേസിനോട് നിസ്സഹകരിച്ചുകൊണ്ട് പോലീസ്, കേരള ഗവൺമെന്റ് പ്രത്യേകം ഏർപ്പെടുത്തിയിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വഴുതി മാറുകയാണ് ചെയ്തത്. കൊച്ചിയിലെ പ്രമുഖരായ വ്യക്തികൾ അദ്ദേഹത്തെ പിന്തുണച്ചു. ആ പിന്തുണയുടെ ഒരു VIP എന്നുള്ള ആ ആനുകൂല്യം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം പോലീസിനെ വെട്ടിച്ചു നടക്കുകയായിരുന്നു. ഈ നിയമ സംവിധാനത്തെ വെട്ടിച്ച് ഒരാഴ്ചക്കാലം നടക്കുകയായിരുന്നു. ഇതൊന്നും സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇദ്ദേഹം ജാമ്യത്തിന് അർഹനല്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്, വിധിയിലെത്തിയത്. ആ ജാമ്യത്തിന് അർഹനല്ല എന്നുള്ള വിധിയിലേക്ക് നയിക്കുന്ന ഈ ഫാക്ട്സ് ഒന്നും ഇപ്പൊ സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല. അവർ കോടതി വന്നു, ഒരാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, എനിക്ക് അതിൽ നിന്ന് വിടുതരണം എന്ന് പ്രതിയായ ആൾ ആവശ്യപ്പെട്ടപ്പോ അതങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണ്. കേസിന്റെ മെറിറ്റ്സിലേക്കൊന്നും കടന്നിട്ടില്ല. അത് 2 ആഴ്ച കഴിയുമ്പോഴുള്ള ഹർജി പരിശോധിക്കപ്പെടായിരിക്കും പുറത്തു വരുന്നത്. എന്തായാലും കേസിനോട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. SITക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, പറഞ്ഞ പോലെ ലൈംഗിക ശേഷി പരിശോധിക്കാം, ബാക്കി എല്ലാവരുടെയും തെളിവുണ്ട്. മാസ്കറ്റ് ഹോട്ടലിൽ പറഞ്ഞ ദിവസം തന്നെ പോയതിനും അതിന്റെ സാഹചര്യ തെളിവുകളെല്ലാം അവർ സംഘടിപ്പിച്ച് വെച്ച ശേഷമാണ് ഈ ജാമ്യം ഈ പ്രതിക്ക് കൊടുക്കുന്നതിനെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോ നമ്മൾ നിസ്സാരമായിട്ട് ഇത് കാലതാമസം വന്നു, അതാണ്, അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ വിധി പറയേണ്ട ഒരു കേസല്ല ഇത്. കൂലങ്കഷമായിട്ട് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് കിട്ടിയ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ധൈര്യത്തിൽ പെൺകുട്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സ്വാധീനമുള്ള ഒരാൾക്ക് ആ കുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയാവാൻ കഴിയും. എത്ര സ്വാധീനത്തിലാണ് ഇത്ര പോലീസുകാർ അന്വേഷിച്ചിട്ടും അദ്ദേഹം വിദഗ്ധമായിട്ട് തെന്നി മാറിയത്. കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കൊച്ചിയിൽ തന്നെ ഒളിച്ചിരുന്നു. അതല്ലേ പൊതുജനങ്ങളിൽ എത്രയധികം ആരാധകരുള്ള ഒരു നടനാണ് അദ്ദേഹം. ആ ഒരു ആരാധകൻ കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ലിബർട്ടി ബഷീറൊക്കെ പ്രൊഡ്യൂസർമാരായിരിക്കാം, പക്ഷേ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ആളുകളുടെ നൽകുന്ന പണം കൊണ്ടാണ് തിയേറ്ററുകളിൽ പടങ്ങൾ ഓടുന്നതെന്ന് മറന്നുകൂടാ. ആ ജനങ്ങളോട് ചെയ്ത അതിജീവിതയ്ക്ക് കിട്ടേണ്ട നീതിയോട് ചെയ്ത ഒരു വഞ്ചനയാണ് അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം കുറ്റവാളി അല്ലെങ്കിൽ പിന്നെ എന്തിനീ വഞ്ചന കാണിച്ചു? നേരിട്ട് പോലീസിൽ ഹാജരായി, ഇതാ നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞാൻ നിരപരാധിയാണെന്ന് പറയാമായിരുന്നല്ലോ ആർജവത്തോടു കൂടി. ആ ആർജവം എവിടെ പോയി? മലയാള സിനിമാ പ്രേമികളോട് കാണിക്കുന്ന ഒരു നിഷേധ മനോഭാവവും അവരുടെ അതിജീവിതയോട് കാണിക്കുന്ന വീണ്ടും രണ്ടാമത് കാണിക്കുന്ന ഒരു വഞ്ചനയുമാണെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ സംശയിച്ചു പോയി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന് വലിയ പണവും സ്വാധീനവും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ വക്കീലന്മാരെയൊക്കെ വിളിച്ചിട്ട് ഈ കേസിൽ നിന്ന് വിടുതൽ മാറാം. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള വിശ്വാസത്തിന്
ഒരു മാറ്റം വരണമെങ്കിൽ അന്തിമ വിധി വരണം.